കർത്താവിങ്കിലേക്ക് നോക്കിയവർ ഒരു നാളും ലജ്ജിച്ചു പോകുവാൻ, അവരുടെ മുഖം ലജ്ജിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കും. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സങ്കീർത്തനം 145 അധ്യായത്തിൽ കടന്നു വരുമ്പോൾ ദാവീദിന്റെ ഒരു സങ്കീർത്തനമായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. താൻ ദൈവത്തെ പാടി സ്തുതിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ചെയ്യുന്ന പ്രവർത്തികളെക്കുറിച്ചൊക്കെ ആ അധ്യായത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രാരംഭ ഭാഗങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും, ഞാൻ നാൾതോറും നിന്നെ വാഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. പ്രൈസ് ലോർഡ്. താൻ ദൈവത്തെ എന്നേക്കും സ്തുതിക്കും, നാൾതോറും വാഴ്ത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പിൻപിലുള്ള ചില കാരണങ്ങൾ, കർത്താവ് സ്തുതിക്ക് യോഗ്യനാണ്, ദൈവത്തെ എന്തുകൊണ്ട് പുകഴ്ത്തണം അല്ലെങ്കിൽ കർത്താവിനെ എന്തുകൊണ്ട് സ്തുതിക്കണം എന്നുള്ള വിഷയങ്ങളെക്കുറിച്ച് താൻ രേഖപ്പെടുത്തുകയാണ്. യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു, അവൻ്റെ മഹിമ അഘോഷരമത്രേ. തലമുറ തലമുറയോട് നിന്റെ ക്രിയകളെ പുകഴ്ത്തി നിന്റെ വീര്യപ്രവർത്തികളെ പ്രസ്താവിക്കും. പ്രൈസ് ലോർഡ്. ഇവിടെ ഭക്തൻ പറയുകയാണ്, താൻ ദൈവത്തെ സ്തുതിക്കും അല്ലെങ്കിൽ തലമുറയോട് താൻ ദൈവത്തിന്റെ വീര്യപ്രവർത്തികളെ വർണ്ണിക്കും. കാരണം കർത്താവിന്റെ മഹിമ അഘോഷരമാണ്. പ്രൈസ് ലോർഡ്. കർത്താവ് വലിയവനാണ്, സ്തുതികളുടെ മേൽ അധിവസിക്കുന്ന ദൈവമാണ്, താൻ സ്തുത്യനാണ്. ആമേൻ, സ്തോത്രം. താൻ മാത്രമല്ല, ഈ ലോകത്തിലായിരിക്കുന്ന ജനം, മനുഷ്യർ നിന്റെ ഭയങ്കര പ്രവൃത്തികളുടെ ബലം പ്രസ്താവിക്കും. പ്രൈസ് ലോർഡ്. അപ്പോൾ മറ്റുള്ളവരും ദൈവത്തെ സ്തുതിക്കും, കാരണം കർത്താവ് വലിയവനാണെന്നാണ് താൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നിന്റെ മഹിമയെ വർണ്ണിക്കും, ഞാൻ നിന്റെ വലിയ നന്മയുടെ ഓർമ്മയെ പ്രസ്താവിക്കും. പ്രൈസ് ലോർഡ്. ഭക്തൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വിഷയം അല്ലെങ്കിൽ ഭക്തൻ തൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന വിഷയത്തെക്കുറിച്ച് താൻ ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്നിട്ട് പ്രൈസ് ലോർഡ്, ദൈവം ചെയ്യുന്ന ചില പ്രവർത്തികൾ അല്ലെങ്കിൽ കർത്താവിൻ്റെ ജനത്തിനു വേണ്ടി, തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്ന ചില അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് നമുക്ക് താഴോട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ 8ാമത്തെ വാക്യത്തിൽ പറയുകയാണ്: യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ളവൻ. സ്തോത്രം. യഹോവ എല്ലാവർക്കും നല്ലവൻ, തന്റെ സകല പ്രവൃത്തികളോടും അവന് കരുണ തോന്നുന്നു. ഈ അധ്യായത്തിന്റെ ഒരു പ്രത്യേകത തന്നെ കർത്താവ് തന്റെ പ്രവൃത്തികളോട് അല്ലെങ്കിൽ സ്തോത്രം സകല സൃഷ്ടിയോടും ദൈവത്തിന് കരുണ തോന്നുന്നു എന്ന് താൻ രേഖപ്പെടുത്തുകയാണ്. 8ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിഞ്ഞു: യഹോവ കരുണയുള്ള ദൈവമാ, യഹോവ കൃപയുള്ള ദൈവമാ, ദീർഘക്ഷമയുണ്ട്, മഹാദയുണ്ട്. പ്രൈസ് ലോർഡ്. നമ്മുടെ ജീവിതത്തിലെ അകൃത്യങ്ങൾ എത്രത്തോളം അധികമാണെങ്കിലും പ്രൈസ് ലോർഡ്, നമ്മോട് ക്ഷമിക്കുന്ന കർത്താവും നമ്മോട് കരുണ കാണിക്കുന്ന ദൈവമാണ്. എന്നിട്ട് താൻ പറയുകയാണ്, ദൈവത്തിന്റെ എല്ലാ പ്രവർത്തികളോടും കർത്താവിന് കരുണ തോന്നുന്നു. ഈ അധ്യായത്തിൽ പ്രധാനമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വിഷയം തന്നെ കർത്താവിന്റെ കരുണ എന്നുള്ളതാണ്. സ്തോത്രം. അതിന്റെ 14ാമത്തെ വാക്യത്തിൽ നമുക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അവിടെ പറയുകയാണ്, വീഴുന്നവരെ ഒക്കെയും യഹോവ താങ്ങുന്നു. അതെ, ദൈവത്തിന് കരുണയുള്ളത് കൊണ്ടാണ് വീഴുന്നവരെ കർത്താവ് താങ്ങുന്നത്. ദൈവത്തിന്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ കർത്താവ് തന്റെ ജനത്തിന് വേണ്ടി ചെയ്യുന്ന ചില പ്രവർത്തികളിൽ ഒന്നാമത്തെ ഒരു വിഷയം ഭക്തൻ ഇവിടെ പറയുകയാണ്, വീഴുന്നവരെ കർത്താവ് താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെ ഒക്കെയും അവൻ നിവർത്തുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കുനിഞ്ഞിരിക്കുന്ന ജനത്തെ കർത്താവ് നിവർത്തും. പ്രൈസ് ദി ലോർഡ്. നിന്റെ തല താണിരിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. കുനിഞ്ഞിരിക്കുന്നവരെ ഒക്കെ കർത്താവ് നിവർത്തും. ദൈവത്തിന്റെ വചനത്തിൽ ഹല്ലേലൂയ സങ്കീർത്തനങ്ങളിലൂടെ ഒക്കെ പ്രത്യേകിച്ച് ദാവീദിന്റെ ജീവിത അനുഭവത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. പലപ്പോഴും കുനിഞ്ഞ മേഖലകൾ, തല താണു പോകുമെന്ന് ചിന്തിച്ച വൈരികളുടെ വെല്ലുവിളികൾ, ശത്രുവിന്റെ ആക്രമണത്തിന് മുൻപിൽ അടുത്ത ദിവസം എന്തായിത്തീരും, മുന്നോട്ടുള്ള ചുവടുകൾ എങ്ങനെയാകുമെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട മേഖലകളിൽ പ്രൈസ് ദി ലോർഡ് തനിക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി പ്രവർത്തിച്ചു. അതുകൊണ്ട് താൻ പറയുകയാണ്, വീഴുന്നവരെയൊക്കെ കർത്താവ് താങ്ങും. നീ ഒരുപക്ഷേ ഹല്ലേലൂയ ഞാൻ വീഴുമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, എന്നാൽ കർത്താവിന്റെ ആത്മാവ് വചനത്തിലൂടെ പറയാം, അവൻ സ്വന്തം നിന്നെ വീഴുവാൻ ദൈവം സമ്മതിക്കത്തില്ല. വീഴുന്നവരെ താങ്ങുന്ന കർത്താവ്, കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ദൈവം. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു, നീ തൽസമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, നീ തൃക്കൈ തുറന്ന് ജീവനുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. കർത്താവിലേക്ക് പലരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മൃഗങ്ങൾ നോക്കിയാണ്, പക്ഷികൾ നോക്കിയാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, തൽസമയത്ത് അവർക്ക് നീ ഭക്ഷണം കൊടുക്കുന്നു, നിന്നെ നോക്കി കാത്തിരിക്കുന്ന ജനമുണ്ട്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. കർത്താവിലേക്ക് നോക്കിയവർ ഒരു നാളും ലജ്ജിച്ചു പോകുവാൻ, അവരുടെ മുഖം ലജ്ജിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. പത്രോസ് പറയുകയാണ്, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന്. അതെ, കർത്താവിൻ്റെ ഒരു തൽസമയമുണ്ട്. ആ സമയമാകുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. 19ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും, അവരുടെ നിലവിളി കേട്ട്
അവരെ രക്ഷിക്കും. വീണ്ടും കർത്താവിന്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന ദൈവം, നിലവിളി കേട്ട് രക്ഷിക്കുന്ന ദൈവം. അടുത്ത വാക്യത്തിൽ പറയുന്നു, യഹോവ തന്നെ സ്നേഹിക്കുന്ന ഏവരെയും പരിപാലിക്കുന്നു. സ്തോത്രം, പരിപാലിക്കുന്ന ദൈവം. ഒത്തിരി ക്യാരക്ടറിസ്റ്റിക്സ് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 17-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇങ്ങനെയും കാണുവാൻ കഴിയും, യഹോവ തന്റെ സകല വഴികളും നീതിമാനും തന്റെ സകല പ്രവൃത്തികളും ദയാലുവാകുന്നു. ഹല്ലേലൂയ. ഇതിനു മുൻപുള്ള വാക്യങ്ങളും നമുക്ക് കാണുവാൻ കഴിഞ്ഞു, കർത്താവ് കരുണയുള്ള ദൈവമാ, കൃപയുള്ള ദൈവമാ, തന്റെ സകല പ്രവൃത്തികളോടും തനിക്ക് കരുണ തോന്നുന്നു. വീണ്ടും എടുത്തു പറഞ്ഞിരിക്കുന്ന സകല പ്രവൃത്തികളും ദൈവത്തിന് മനസ്സിലുണ്ട്. ഹല്ലേലൂയ. അതെ, നമ്മോട് കരുണ കാണിക്കുന്ന ആ ദൈവിക കരങ്ങളെ നമുക്ക് ആശ്രയിക്കാം. നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ തക്ക സമയത്ത് കരുതുവാൻ കർത്താവ് വിശ്വസനാണ്. ആ ദൈവത്തിന് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വശങ്ങളാൽ കർത്താവ് ഇവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ.